പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നു കൊല്ലത്ത്. ഇതിനു മുമ്പ് കഴിഞ്ഞ ജൂണിൽ ഒരു തിരുപ്പതി യാത്ര ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലേ. ഞങ്ങൾക്ക് അന്ന് പോയിട്ട് ദർശനമൊന്നും കിട്ടാതെ മടങ്ങി വന്ന് ഒരുപാട് ബുദ്ധിമുട്ടി മടങ്ങി വന്ന ഒരു വീഡിയോ. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെയല്ല. ഞങ്ങൾ നേരത്തെ തന്നെ വേറെ ആളെ കൊടുത്ത് എല്ലാം ബുക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങളെല്ലാം കാണണം, അവരെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ കായംകുളം ജംഗ്ഷനാണ്. കായംകുളത്ത് ഈ വണ്ടിക്ക് സ്റ്റോപ്പില്ല. പുള്ളി 2.5 മാസം മുമ്പാണ് ബുക്ക് ചെയ്തത്. 2.5 മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് ബുക്കിംഗ് ആയി, അവിടുത്തെ ദർശനം ടിക്കറ്റ് ബുക്കിംഗ് ആയ ശേഷമേ പറഞ്ഞില്ല ട്രെയിന് ബുക്ക് ചെയ്യണം. 2.5 മാസത്തിന് മുമ്പ് 2 മാസം ആയപ്പോൾ ട്രെയിനിൻ്റെ ഇത് കൗണ്ടർ ഓപ്പൺ ആയപ്പോൾ ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് ഇല്ല. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എല്ലാ ട്രെയിനുകളും ഇപ്പോൾ തിരുപ്പതിയിൽ പോകുന്ന എല്ലാ ട്രെയിനുകളും ഫുള്ളായി. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൊല്ലത്തുനിന്ന് തിരുപ്പതി വരെയുള്ള ട്രെയിനുണ്ട്. കൊല്ലം തിരുപ്പതി, തിരിച്ച് തിരുപ്പതി കൊല്ലം വരെ അയക്കാന്ന് പറഞ്ഞാൽ നേരത്തെ അമൃത എക്സ്പ്രസ് ഇത് ഇറക്കാം. അമൃത എക്സ്പ്രസ്സിന് കൊല്ലം മധുരയായിരുന്നു. കൊല്ലം മധുരയിൽ നിന്ന് പോയിട്ട് നേരെ അമൃത പളനി പോകണമെങ്കിലൊക്കെ നമുക്ക് കൊല്ലത്ത് വന്നിട്ടാണ് പിന്നെ പോകുക. അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള മധുര ട്രെയിനിൽ കയറിയിട്ട് മധുര ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറെ ട്രെയിനിലാണ് പളനി പോയത്. അപ്പം അത് കാരണം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് അവർക്ക് ട്രാക്ക് കിട്ടാത്തതുണ്ടല്ലോ. അപ്പം തിരുവനന്തപുരത്ത് ട്രാക്ക് കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ കൊല്ലം മധുര ട്രെയിനൊന്ന് തിരുവനന്തപുരത്ത് നിന്ന് മധുര ആക്കി. ഞങ്ങളിപ്പോൾ അതുപോലെയാണ് ഇപ്പം തിരുപ്പതി ടു കൊല്ലം ടു തിരുപ്പതി. ആ തിരുവനന്തപുരത്ത് ഈ ടൈമിൽ ട്രാക്കില്ല, കാരണം പ്ലാറ്റ്ഫോം കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്ലാറ്റ്ഫോം കിട്ടണ സമയത്ത് ഇത് തിരുപ്പതി തിരുവനന്തപുരത്തോട്ടാക്കി മാറ്റും. അതിന് വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ നേരത്തെ 2.5 മാസം ബുക്ക് ചെയ്ത് 2.5 മാസം ബുക്ക് ചെയ്തിട്ട് പിന്നെ ട്രെയിൻ ബുക്ക് ചെയ്ത് പിന്നെ സമയത്ത് നമുക്ക് വന്നത് തന്നെ ഒരു ഭാഗ്യമുള്ളൂ. ആ സമയത്താകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ഒക്കെ വന്ന് നമുക്കത് മാറിപ്പോകാറുണ്ട്. അങ്ങനെയാണ് ഇതിന് വന്നത്. ഉള്ള നല്ല ഒരു യാത്രയാണ്. ഭാഗ്യമൊന്നും കുഴപ്പമില്ല, നല്ല ഭാഗ്യമാണ്. 2020-21 എന്താ ഭാഗ്യമാണ് പോകുന്നത്. തേർഡ് AC ആണ് കിടക്കുന്നത്. തേർഡ് ACയിൽ ഇപ്പോൾ തന്നെ നോക്കിയപ്പോൾ ഇഷ്ടംപോലെ സീറ്റ് കാലി കിടക്കും. തേർഡ് ACയിലുണ്ട്, സ്ലീപ്പറിലുണ്ട്. അത് ഇഷ്ടംപോലെ ടിക്കറ്റ് തന്നെ ഇപ്പം ഞാൻ എൻ്റെ IRCTC വെബ്സൈറ്റ് നോക്കിയപ്പോഴത്തേക്ക് കാലിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇപ്പം ഈ ടൈമിൽ മാവേലിക്കരയൊക്കെ കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയോടെ മിക്കവാറും കോട്ടയത്ത് പോയായിരിക്കും. കോട്ടയത്ത് 12:28 കോട്ടയം കാണിച്ചേക്കുന്നത്. ഇന്നല്ലേ 1:55 എറണാകുളം ടൗണും 1:53 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ 28 നല്ല ഉപകാരമായ യാത്രയാണ്. നാളെന്ന് പറഞ്ഞില്ല സുഖമായിട്ട് പോവാം.
ട്രെയിൻ. 6:45 ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങൾ കൊല്ലത്തിറങ്ങി, ഞാൻ പറഞ്ഞില്ല കൊല്ലത്തിറങ്ങിയിട്ടാണ് വന്നത്. വരുന്നെങ്കിൽ സ്ലീപ്പറൊക്കെ ബുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ലോങ് ട്രിപ്പൊക്കെ സ്ലീപ്പർ ബുക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്ക് കുറച്ച് നല്ല ചൂടൊക്കെ ആയിരിക്കും. എ സിയിലൊക്കെ വന്ന് ചെറിയ ഒരു തേർഡ് എ സിയിലൊക്കെ വരുമ്പോഴത്തേക്ക് അത്ര വലിയ പൈസ. ഇപ്പം ധാരാളം ആൾക്കാർ തേർഡ് എ സി പ്രിഫർ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശല്യം ഈ ലോക്കലിലൊക്കെ വരുമ്പോഴത്തേക്ക് അല്ല സ്ലീപ്പർ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ലോക്കലിൽ നിന്നുള്ള ആൾക്കാരെല്ലാം കൂടി കയറി സ്ലീപ്പറിൽ കയറി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യാത്ര ചെയ്തപ്പോഴത്തേക്ക് സ്ലീപ്പറിൽ യാത്ര ബുക്ക് ചെയ്തിരുന്നത്. രാത്രിയായപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ചെറിയ ബോട്ടിൽ മദ്യമായിട്ട് കയറിയിട്ട് എല്ലാം അതിനകത്ത് തന്നെ കുടിച്ച് വിറ്റായി. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കാല് വയ്ക്കാൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് ഞങ്ങളന്ന് സ്ലീപ്പർ ബുക്ക് ചെയ്തതെന്നാണ്. കമ്പാർട്ട്മെൻറ്റ് ബോഗി പിന്നെ ബെർത്ത് ബുക്ക് ചെയ്താണ് വന്നത്. എന്നിട്ട് അതിനകത്ത് ഈ ലോക്കലിൽ നിന്ന് കയറി എല്ലാം കൂടെ വന്ന് കിടന്ന് TTR ഒക്കെ ആയിട്ട് പ്രശ്നമായി. TTR പറഞ്ഞാൽ അടിച്ചെടുത്ത് കൊണ്ട് പോകണുണ്ട്. എന്നിട്ട് രക്ഷയില്ല. അത്രയ്ക്ക് ആൾക്കാർ. പിന്നെ നമ്മളെ ചാർജർ മൊബൈൽ അടുത്തൊക്കെ വന്നിരുന്ന് ചാർജ് ചെയ്യാനൊക്കെ നിന്ന് ആകെ നമുക്കൊരു ഇറിറ്റേഷൻ തന്നെ ഉണ്ടായിക്കണം. ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻസാണ്. ഇപ്പോൾ കേരളക്കാരന് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. കേരളക്കാരൊക്കെ എല്ലാം മാനവമര്യാദയ്ക്കാണ് എല്ലാം പോകുന്നത്. പിന്നെ അന്ന് എൻ്റെ സഹോദരൻ്റെ മോൻ്റെ പാക്കറ്റിരുന്ന 1000 രൂപ പൈസ വഴി എടുത്തിട്ട് പോയി. അങ്ങനെ ഒരു സംഭവം അന്നുണ്ടായി. അപ്പോൾ ഇങ്ങനെ നമുക്കിനി പോകപ്പോകെ ഓരോ ഡീറ്റെയിലായിട്ട് ഞാൻ അത് അറിയിക്കുന്നതായിരിക്കും.